വേദിയിലുള്ള ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥികളായിട്ടുള്ള ഈ വർഷത്തെ UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിക്കൊണ്ട് നമ്മുടെ നാടിനാകെ അഭിമാനമായി മാറിയിട്ടുള്ള വിജയികൾ ശ്രീ അജയ്, കുമാരി ജസീല, ശ്രീ മുഹമ്മദ് ഷസിൻ, അതുപോലെ തന്നെ പ്രത്യേക കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ പോയ കാജൽ, ആതിര സുഗതൻ, അവരുടെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള കാജലിൻ്റെ അച്ഛൻ ശ്രീ രാജു, ആതിരയുടെ സഹോദരൻ ശ്രീ അർജുൻ, വേദിയിലുള്ള സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ശ്രീ ബാബുരാജ്, എൻ്റെ സഹപ്രവർത്തക കൂടിയായിട്ടുള്ള ശ്രീമതി ജലജ, KSSMലെ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ സന്തോഷ്, മറ്റ് ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ വിജയികളായിട്ടുള്ള വ്യക്തികളുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള UPSC ആസ്പിറൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, വിവിധങ്ങളായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും UPSC കോച്ചിങ് സെൻ്ററുകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള പ്രതിനിധികൾ, വോളണ്ടിയേഴ്സ്, സാമൂഹ്യനീതി വകുപ്പിലെയും അതുപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ആദ്യമേ തന്നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി സിവിൽ സർവീസ് മേഖലയിൽ കേരളം വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2000 ആ ഒരു സമയത്ത് കേരളത്തിന് വലിയ തോതിലുള്ള വിജയങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് കേരളത്തിനെ സംബന്ധിച്ചുണ്ടായി. അതിനുശേഷം 2010 ശേഷം എനിക്ക് കൃത്യമായിട്ട് ഓർക്കുകയാണെങ്കിൽ ഹരിത മാഡം 1ാം റാങ്ക് നേടി കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു കാലഘട്ടമായിരുന്നു. അന്ന് 1ാം റാങ്ക്, 2ാം റാങ്ക്, 4ാം റാങ്ക് ഒക്കെ മലയാളികൾക്കാണ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷമാണ് കേരളത്തിലെ കുട്ടികൾ ഒട്ടനേകമായി സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രവണത കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ട്രെൻഡിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ യങ്ങർ ജനറേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്താണെങ്കിൽ സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ ഡൽഹിയിലേക്ക് പോയി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. ഡൽഹിയിൽ പോയി പഠിച്ചാൽ മാത്രമേ സിവിൽ സർവീസ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് തിരുവനന്തപുരം തന്നെ ഒരു സിവിൽ സർവീസ് ഹബ്ബായി മാറിക്കഴിഞ്ഞു. നിരവധിയായിട്ടുള്ള സർക്കാർ മേൽനോട്ടത്തിലും അല്ലാതെയുമുള്ള നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടി, അതും വളരെ തുച്ഛമായ ഫീസുകളിൽ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സിവിൽ സർവീസ് വിജയം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടിയാണ്. 2019 പരീക്ഷ എഴുതി 20 റിസൾട്ട് വന്ന സമയത്ത് എന്താണോ ആ റിസൾട്ട് PDF-ൽ നമ്മുടെ പേര് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, അതേ സന്തോഷവും അതേ ഉത്സാഹവും തന്നെയാണ് എല്ലാ വർഷവും സിവിൽ സർവീസിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്. അതിൽ എത്ര മലയാളികളുണ്ട്, നമ്മളോടൊപ്പം പഠിച്ചിരുന്ന ആൾക്കാരുണ്ടോ, നമ്മുടെ ഗൈഡൻസ് കിട്ടിയ ആൾക്കാരുണ്ടോ എന്നൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ തവണയും സിവിൽ സർവീസിന്റെ പരീക്ഷാ ഫലം കിട്ടുമ്പോൾ നോക്കാറുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസിൽ നിരവധിയായിട്ടുള്ള മലയാളികൾ ഇടം നേടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായി സാമൂഹ്യനീതി വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റേണലി ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഭിന്നശേഷിത്വമുള്ള വ്യക്തികൾ ഇത്തവണ കൂടുതലായി നമ്മുടെ കേരളത്തിൽ നിന്നും ഈ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഭിന്നശേഷിത്വമുള്ള വ്യക്തികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവർക്കുണ്ടായ പരിമിതികളെ, ഒരുപക്ഷെ പരിമിതികളെന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു കാര്യത്തെ ദൈവവിധിയെന്നോ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെന്നോ ഒക്കെ മുദ്ര കുത്തിക്കൊണ്ട് അവരെ പലപ്പോഴും സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. പക്ഷെ ആ പരിമിതികളൊന്നുമല്ല അവർക്കുള്ളത്. അതൊക്കെ അവർ ഊർജമാക്കി മാറ്റിക്കൊണ്ട് ആ പരിമിതികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ 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 വിജയങ്ങൾ നേടാൻ സാധിക്കുമെന്ന് നമ്മളോട് വിളിച്ചോതുന്ന ആൾക്കാരാണ് ഇന്നിപ്പോൾ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഉള്ളത്. അത് സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ, എനിക്കൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആദ്യത്തെ 5 പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു കാര്യമാണ്. അത് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത്ര ഉയർന്ന ലെവലിലാണ്. അതായത് അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 10 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നതിൽ 0.01% ആളുകൾ മാത്രമാണ് സാധാരണഗതിയിൽ അതിൻ്റെ ലിസ്റ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരീക്ഷയിൽ വിജയം നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റുന്ന
ഒരു മൈൽ സ്റ്റോൺ അല്ല ഒരാളുടെ ജീവിതത്തിൽ. മാത്രമല്ല പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന 1 വർഷം മിനിമം 1 വർഷമെങ്കിലും നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകൾ അതിനാവശ്യമായിട്ടുണ്ട്. ഇവിടെ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, അവർക്കറിയാം. ഒരു പ്രിലിമിനറി പരീക്ഷയിൽ തുടങ്ങി മെയിൻസ് പരീക്ഷയിൽ തുടങ്ങി ഇന്റർവ്യൂവിലെത്തി അവസാനിച്ചുകൊണ്ട് എന്നാലും നമുക്ക് അൺസർട്ടൺ ആണ് നമ്മുടെ പേര് ആ അവസാനത്തെ ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഇവിടെ വിജയികളായി ഇവിടെ ഇരിക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒരുപക്ഷെ ആ ഓരോ നിമിഷവും ഓർത്തെടുക്കാൻ പറ്റുമായിരിക്കും. ഓരോ തവണ റിസൾട്ട് വരുമ്പോഴും അവരുടെ റോൾ നമ്പർ അടിച്ചു നോക്കി അതിലുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നുന്ന ചാരിതാർത്ഥ്യം, ഇനി പേരോ റിസൾട്ടോ ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന നിരാശ. അപ്പൊ ഇതെല്ലാം കടമ്പകൾ കടന്നുകൊണ്ടാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഓരോ വിജയിയും ഈ ഒരു ഉദ്യോഗത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഈ കുട്ടികൾ, ഇന്നത്തെ ഈ 5 പേർ, ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഈ 5 പേർ, അവർ നേടിയെടുത്ത വിജയം സാധാരണഗതിയിൽ ഒരു സിവിൽ സർവീസ് വിജയികൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ വലിയ മടങ്ങാണ് എന്ന് നമ്മൾ ഓർത്തു പോവുകയാണ്. അങ്ങനെ ഓർത്തപ്പോഴാണ് ശരിക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ, സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ നേതൃത്വത്തിൽ ഈ കുട്ടികളെ ആദരിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയത്. അത് ഈ കുട്ടികളെ ആദരിക്കുക എന്നുള്ളതിലൂടെ അവരെ ഈ ഒരു പരീക്ഷയിൽ വിജയിച്ചതിൽ അവർക്കുള്ള സന്തോഷം പങ്കുവെക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ പരിമിതികൾ ഉള്ളത് കൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒട്ടനേകം കുട്ടികൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. അതായത് വിവിധങ്ങളായിട്ടുള്ള ഭിന്നശേഷിത്വം വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നങ്ങളൊക്കെ കുഴിച്ചു മൂടണം എന്ന് വിചാരിച്ച് വിദ്യാധാരണയിൽ ജീവിക്കുന്ന ഒട്ടനേകം കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഒരു ഊർജം പകരുക എന്നുള്ളതാണ് വകുപ്പ് ഈ ഒരു പരിപാടിയിലൂടെ കൂടുതൽ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കുട്ടികളെ, ഈ ഒരു പരീക്ഷയിൽ വിജയികളാകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ നമ്മൾ ഈ ഒരു സദസ്സിലേക്ക് നമ്മൾ വിളിക്കാനും ഇവരുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്നും അവർ നേരിട്ട അനുഭവങ്ങൾ, അത് നല്ലതും മോശവുമാണെങ്കിലും അത് പങ്കുവെക്കാനും അതിനെ എങ്ങനെ അവർ അതിജീവിച്ചു എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കാനും അതിലൂടെ ഒരു മോട്ടിവേഷൻ ഈ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ ആഗ്രഹിച്ചത്. എനിക്ക് തോന്നുന്നു വകുപ്പിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ പരിമിതമായിട്ടുള്ള ഒരു ചടങ്ങ് മാത്രമേ നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം രാഷ്ട്രീയ നേതാക്കളെയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെയോ പോലും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടി വർണ്ണശബളമായി ഈ പരിപാടി നടത്തുവാൻ സാധിക്കുമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിക്ക് ഒരു കളറില്ലാതായി മാറും. മാത്രമല്ല ഇവർ പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പോകും, പിന്നെ ഇവരെ കിട്ടാനുള്ള സമയവും നമുക്ക് കാണില്ല. അപ്പൊ അതുകൊണ്ടാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു പരിപാടി നടത്തി ഈ കുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ജീവിതത്തിലൂടെ കൂടുതൽ കുട്ടികളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പ്രത്യേകിച്ച് സാമൂഹ്യനീതി വകുപ്പിന്റെ ഈ ഒരു ചുമതല നമ്മൾ വഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ, ഇനിയും ഭിന്നശേഷിത്വമുള്ള വ്യക്തികൾ നമ്മുടെ പൊതുധാരയിലേക്ക് കടന്നു വരാൻ ഒട്ടേറെ ബാരിയേഴ്സ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒട്ടനേകം കാര്യങ്ങൾ പല പദ്ധതികളായിട്ടും നിയമങ്ങളായിട്ടും ഒക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുവെങ്കിലും ഇനിയും ഒട്ടനേകം കടമ്പകൾ ഈ വ്യക്തികൾക്ക് അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇപ്പോഴും വളരെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആരും മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു വിടവ് നികത്തുക എന്നുള്ള ഉദ്ദേശം കൂടി സാമൂഹ്യനീതി വകുപ്പിനുണ്ട്. ആ ഒരു ഉറച്ച ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇത്തരം വിജയങ്ങളെ വകുപ്പ് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ അതിൽ സന്തോഷിക്കാനും അഭിമാനിക്കുവാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിൽ ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടിയിരുന്നത് നമ്മുടെ വകുപ്പ് സെക്രട്ടറിക്കാണ്. മാഡത്തിന് ചില അത്യാവശ്യ മീറ്റിങ്ങുകൾ ഉള്ളത് കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും മാഡത്തിന്റെ അഭാവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള IAS വകുപ്പിന്റെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു വേദിയിലേക്ക് എത്തിയ നമ്മുടെ വിജയികളായിട്ടുള്ള കുട്ടികളാണ്. ഇവരെല്ലാവരും ഇവിടെ വരണം എന്നുള്ളത് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടിയിലും ഒരാളോ മറ്റോ എനിക്കൊന്നും ഷെസിന് പോകാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഷെസിനെ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഈ വേദിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പല തീയതികൾ നിശ്ചയിച്ച് ഇവരെല്ലാവരും എത്തുന്ന രീതിയിൽ ഒരു തീയതി, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തീയതി ഞങ്ങൾക്ക് വെക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും
രണ്ടുപേരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അതിലൊരാൾ കാജൽ രാജു ആണ്. അവർ കഴിഞ്ഞ തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ സർവീസ് അലൊക്കേഷൻ നേടി ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്, അതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്. 2 ആതിര സുഗതൻ, അവർക്ക് ട്രെയിൻ ടിക്കറ്റ് കൃത്യമായി ലഭ്യമായില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം വരാനായിട്ട് സാധിച്ചില്ല, കുറച്ചധികം ജേർണി ഉള്ളത് കൊണ്ട്. അജയിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മോക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം തന്നെയാണ് കാണുന്നത്. അജയും ഓൾറെഡി സർവീസിലുള്ള ആളാണ്, ബാക്കി കാര്യങ്ങളൊക്കെ അജയ് പറയും. മോക്ക് ഇന്റർവ്യൂവിൽ അജയുടെ നേരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഉത്തരം പറയുന്ന ഒരു കാൻഡിഡേറ്റിനെയാണ് അന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ഏതാണ്ട് ഉറപ്പായിരുന്നു അജയ് ഇത്തവണത്തെ ലിസ്റ്റിൽ വരും. എത്ര റാങ്ക് വരുന്നു, ഏത് സർവീസ് വരുന്നു എന്നുള്ളത് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോഴും അജയായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അജയ് റിസൾട്ട് വന്നപ്പോൾ അജയ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അജയ്ക്കും അജയുടെ കുടുംബാംഗങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ജസീലയാണ്. എനിക്കൊന്ന് ജസീലയും ഒരു തവണ മോക്ക് ഇന്റർവ്യൂവിന് പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ജസീലയും ഈ പറഞ്ഞതുപോലെ തന്നെ പരിമിതികളോടുകൂടി പടവെട്ടിയാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ജസീലയുടെ എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടുകളാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം. ജസീല ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി ഓഫീസറായിട്ട് ജസീല മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ജസീലയ്ക്കും ജസീലയുടെ കുടുംബാംഗങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തത് മുഹമ്മദ് ഷെസിനാണ്. ഷെസിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ മുഹമ്മദ് ഷെസിൻ എനിക്ക് തോന്നുന്നു ഈ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വായിച്ചറിഞ്ഞ പേരുകളിൽ ഒന്ന് മുഹമ്മദ് ഷെസിൻ്റെയാണ്. CP അല്ലെ, സെറിബ്രൽ പാൽസി വിഭാഗത്തിൽ നിന്ന് ആ ഒരു പരാധീനതകളോട് ബുദ്ധിമുട്ടിയാണ് മുഹമ്മദ് ഷെസിൻ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മുൻപ് കേരള ഗവൺമെന്റ് നടത്തിയ പരിപാടിയിലും അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ മുഹമ്മദ് ഷെസിനെ നമുക്ക് നേരിൽ കാണാനും മുഹമ്മദ് ഷെസിനോട് സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും തീർച്ചയായിട്ടും ഇവിടെ പങ്കുവയ്ക്കും. മുഹമ്മദ് ഷെസിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. കാജൽ രാജുവിന് പകരമായി അദ്ദേഹത്തിന്റെ അച്ഛൻ രാജു ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ UPSCക്ക്, അതിപ്പോ ഏതൊരു വ്യക്തിക്കാണെങ്കിലും UPSC വിജയത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ ഏറ്റവും ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് നിൽക്കുന്നത് അച്ഛനും അമ്മയും ഒക്കെയാണ്. അപ്പോൾ ഈ കാജലിന്റെയൊക്കെ വിജയത്തിന് പിന്നിൽ അച്ഛൻ്റെയൊക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവാർഡ് വാങ്ങാൻ കാജലില്ലെങ്കിലും അത്രയും തത്തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ശ്രീ രാജുവിനും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ആതിര സുഗതന് പകരമായിട്ട് സഹോദരനാണ് എത്തിയിട്ടുള്ളത്, അർജുൻ കൃഷ്ണ. അർജുനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയിൽ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ശ്രീ PT ബാബുരാജ് അവർകളാണ്. നമ്മുടെ ഭിന്നശേഷിത്വമുള്ള വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, എല്ലായ്പ്പോഴും വാചാലനായിരിക്കുന്ന, നമ്മളോടൊക്കെ തർക്കിച്ചും ബഹളം വെച്ചും വരുന്ന ആളാണ് ശ്രീ PT ബാബുരാജ്. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കാറ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു പഠനമുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാണ് എപ്പോഴും നമുക്ക് സാധിക്കുന്നത്. അപ്പൊ തർക്കത്തിന് വേണ്ടി തർക്കിക്കുന്ന വ്യക്തിയല്ല, അവകാശങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഹോംവർക്കോട് കൂടി വന്ന് നമ്മളോട് വാദിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ എല്ലാ പരിപാടികളിലും, ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും വകുപ്പുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ശ്രീ PT ബാബുരാജ് അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എൻ്റെ സഹപ്രവർത്തക സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടർ ശ്രീമതി ജലജ വേദിയിലുണ്ട്. എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ, റൈറ്റും ലെഫ്റ്റ് ഹാൻഡും ഒക്കെ ഒരുമിച്ച് ചേർന്ന ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും വകുപ്പിൽ എനിക്ക് വേണ്ട സപ്പോർട്ടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഗൈഡൻസും, കാരണം ഞാനിപ്പോൾ ഈ വകുപ്പിലേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. വർഷങ്ങളുടെ പരിചയമുള്ള ഒരു സഹപ്രവർത്തകയാണ് ജലജ. അപ്പോൾ അതിന് ഗൈഡൻസും ആവശ്യമുള്ള സമയങ്ങളിൽ നൽകുന്ന ശ്രീമതി ജലജ എസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ സന്തോഷ് ജേക്കബ് വേദിയിലുണ്ട്. ഈ ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ വഹിക്കുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ്. അപ്പോൾ അതിന്
എനിക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടതായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. അതിലൊന്നാണ് സന്തോഷ് ജേക്കബ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഒരു പരിപാടിയുടെ മുഖ്യ ഓർഗനൈസർ എന്നുള്ള രീതിയിൽ നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ സിജി, നസീം, അതുപോലെ തന്നെ മനോജ് SIDയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. അതുപോലെ തന്നെ എൻ്റെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ ഫിനാൻസ് ഓഫീസർ, അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇവരെല്ലാവരും വേദിയിലുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാമൂഹ്യനീതി വകുപ്പിലെ എൻ്റെ ജോയിന്റ് ഡയറക്ടർ പ്രീതി വേദിയിലുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നമ്മുടെ വളരെ ഷോർട്ട് നോട്ടീസിലുള്ള ഒരു പരിപാടിയായിട്ട് കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരിൽ നിന്നും നല്ല റെസ്പോൺസാണ് നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് കിട്ടിയത്. നമുക്ക് ഈ ഒരു പരിപാടി വലിയ ആൾക്കൂട്ടമുള്ള ഒരു പരിപാടിയാക്കി തീർക്കണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ക്വാളിറ്റി ഉള്ള ഓഡിയൻസ് വേണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. വലിയ 500 പേരോ 600 പേരോ നിൽക്കുന്ന വലിയ കയ്യടികൾ തരുന്ന ഒരു പരിപാടി ആക്കണമെന്നുള്ളതായിരുന്നില്ല. മറിച്ച് ക്വാളിറ്റി ഉള്ള ഒരു പരിപാടിയാക്കി മാറ്റുക. ഇതിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഉപയോഗം കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു ഉപയോഗം സൃഷ്ടിച്ചെടുക്കുവാൻ ഈ പരിപാടിയിലൂടെ സാധിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ സിവിൽ സർവീസ് എന്നുള്ള മോഹം ഉള്ളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പിലെ അതുപോലെ തന്നെ KSSMലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും എൻ്റെ സഹപ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ഈ ഒരു പരിപാടിക്ക് വോളണ്ടിയേഴ്സ് നിൽക്കുന്ന നമ്മുടെ NSS വിദ്യാർത്ഥികളുണ്ട്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിലേക്ക് വന്നതിന് നിങ്ങളെല്ലാവരെയും വകുപ്പിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി കൂടി ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.